ഒരു ഹോട്ടൽ മുറിയിലെ ബാത്ത് ടബിൽ ബോധരഹിതയായി കിടക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ സിനിമാ താരങ്ങളിൽ ഒരാൾ. വെറും 54 വയസ്സ്. മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഒരു കുടുംബ വിവാഹത്തിൽ സന്തോഷത്തോടെ പങ്കെടുത്തിരുന്ന ആ സ്ത്രീയുടെ ജീവിതം പെട്ടെന്ന് അവസാനിക്കുന്നു. പക്ഷേ ആ മരണം സംഭവിച്ചപ്പോൾ ഒരു ചോദ്യം ഇന്ത്യ മുഴുവൻ ചോദിച്ചു. ഇത്രയും വലിയൊരു താരത്തിന്റെ മരണം ശരിക്കും ഒരു അപകടം മാത്രമായിരുന്നോ? ആ ചോദ്യം ഉയരാൻ മറ്റൊരു കാരണമുണ്ടായിരുന്നു. കാരണം മരിച്ച വ്യക്തി ഒരു സാധാരണ നടിയല്ലായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ ആദ്യ വനിതാ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ശ്രീദേവിയായിരുന്നു അത്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ ബാലതാരമായിരുന്ന പെൺകുട്ടി. പിന്നീട് തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഹിന്ദിയിലും തന്റെ സാന്നിധ്യം അറിയിച്ച നടി. നായകന്മാരുടെ പേരിൽ സിനിമ വിറ്റിരുന്ന ഒരു കാലത്ത് ഒരു നായികയുടെ പേരിൽ മാത്രം സിനിമകൾ വൻ വിജയമാക്കാൻ കഴിഞ്ഞ താരം. ഹിമ്മത്ത് വാല, നഗീന, മിസ്റ്റർ ഇന്ത്യ, ചാന്ദിനി, ചാൽബാസ്. പിന്നെ വർഷങ്ങളോളം സിനിമയിൽ നിന്ന് അകന്നു നിന്ന ശേഷം ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന ഒറ്റ സിനിമയിലൂടെ വീണ്ടും ഇന്ത്യയെ അമ്പരിപ്പിച്ച നടി. അവസാനം മരണത്തിന് ശേഷം പോലും അവളുടെ അഭിനയത്തിന് ലഭിച്ച ദേശീയ പുരസ്കാരം. ഇന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം ശ്രീദേവി എന്ന അസാധാരണമായ സിനിമാ ജീവിതത്തിന്റെ കഥ. അതൊരു താരത്തിന്റെ കഥയല്ല, ഒരു കുട്ടിയുടെ ബാല്യം സിനിമയ്ക്ക് വേണ്ടി നഷ്ടപ്പെട്ട കഥ കൂടിയാണ്. ഒരു പെൺകുട്ടി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ വനിതാ താരമായി വളർന്ന കഥയാണ്. അവസാനം ഒരു രാജ്ഞിയുടെയും അപ്രതീക്ഷിതവും ഞെട്ടിക്കുന്നതുമായ അന്ത്യത്തിന്റെ കഥയും. 1963 ഓഗസ്റ്റ് 13 തമിഴ്നാട്ടിലെ ശിവകാശി. അവിടെയാണ് ശ്രീ അമ്മയാങ്കർ അയ്യപ്പൻ എന്ന പെൺകുട്ടി ജനിച്ചത്. പിന്നീട് ലോകം അവളെ വിളിച്ചത് ശ്രീദേവി. അച്ഛൻ അയ്യപ്പൻ ഒരു അഭിഭാഷകനായിരുന്നു. അമ്മ രാജേശ്വരി. തമിഴ് കുടുംബത്തിൽ ജനിച്ചെങ്കിലും ദക്ഷിണേന്ത്യയിലെ വിവിധ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും അന്തരീക്ഷത്തിലാണ് ശ്രീദേവി വളർന്നത്. പക്ഷെ ഒരു കാര്യം വളരെ നേരത്തെ തന്നെ അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു: സിനിമ. മറ്റു കുട്ടികൾ സ്കൂളിലും കളിസ്ഥലത്തും ബാല്യം ആസ്വദിച്ചിരുന്ന കാലത്ത് ശ്രീദേവി സിനിമാ സെറ്റുകളിലായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു അവളുടെ ബാല്യം. 4-ാം വയസ്സിൽ തന്നെ അഭിനയ ലോകത്തേക്ക് എത്തിയ ഈ കുട്ടിക്ക് സാധാരണ ബാല്യം ലഭിച്ചില്ല. അതായിരുന്നു പിന്നീട് ഇന്ത്യയുടെ ഏറ്റവും വലിയ സിനിമാ ജീവിതങ്ങളിൽ ഒന്നിന്റെ തുടക്കം. ശ്രീദേവിയുടെ ബാലതാര അരങ്ങേറ്റത്തെക്കുറിച്ച് ചരിത്രരേഖകളിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചില സ്രോതസ്സുകൾ 1967 കണ്ടൻ കരുണൈ ആണ് ആദ്യ ചിത്രമെന്ന് രേഖപ്പെടുത്തുമ്പോൾ മറ്റു ചില ജീവചരിത്രങ്ങൾ തുണൈവൻ ആണ് ആദ്യ ചിത്രമെന്ന് പറയുന്നു. എന്തായാലും ഒരു കാര്യത്തിൽ സംശയമില്ല, വെറും 4 വയസ്സിനടുത്ത് പ്രായത്തിൽ തന്നെ ശ്രീദേവി സിനിമയിലെത്തി. അതും ഒരു സാധാരണ ബാലതാരമായി മാത്രമല്ല. അവളുടെ അഭിനയശേഷി വളരെ വേഗം സംവിധായകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. തമിഴിന് പിന്നാലെ തെലുങ്ക്, കന്നഡ, മലയാളം സിനിമകളിലേക്കും അവൾ എത്തി. ഒരു ഭാഷയിൽ നിന്ന് മറ്റു ഭാഷയിലേക്ക് പോകുമ്പോഴും അഭിനയത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ടില്ല. അവൾക്ക് ഭാഷകളെക്കാൾ പ്രധാനമായിരുന്നത് മുഖഭാവം, കണ്ണുകൾ, ശരീരഭാഷ, ക്യാമറയോട് സംസാരിക്കാനുള്ള കഴിവ്. അതാണ് ശ്രീദേവിയുടെ ആദ്യകാല ശക്തി. ഇവിടെ നിന്നാണ് മലയാള സിനിമയുമായി ശ്രീദേവിക്കുണ്ടായിരുന്ന പ്രത്യേക ബന്ധത്തിലേക്ക് എത്തുന്നത്. 1969 കുമാരസംഭവം, പിന്നീട് സ്വപ്നങ്ങൾ, ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര, പൂമ്പാറ്റ, ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾക്ക് ഈ ബാലതാരത്തെ പരിചയമായി. പക്ഷേ പൂമ്പാറ്റയാണ് ഒരു വലിയ വഴിത്തിരിവ്. 1971 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ അഭിനയത്തിന് ശ്രീദേവിക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ബാലതാരത്തിനുള്ളത് ലഭിച്ചു. അപ്പോൾ അവൾക്ക് വെറും 8 വയസ്സിനടുത്ത പ്രായം. ഇന്ത്യയിലെ ഒരു കുട്ടി നടി കേരളത്തിൽ നിന്ന് ഒരു സംസ്ഥാന പുരസ്കാരം നേടുന്നു. അത് ശ്രീദേവിയുടെ അഭിനയശേഷിയുടെ ആദ്യത്തെ വലിയ അംഗീകാരങ്ങളിൽ ഒന്നായിരുന്നു. കാലം കടന്നു. ബാലതാരത്തിൽ നിന്ന് കൗമാരക്കാരിയായി. 1976 ശ്രീദേവി വീണ്ടും മലയാള സിനിമയിൽ സജീവമായി. അഭിനന്ദനം, കുറ്റവും ശിക്ഷയും, ആലിംഗനം, തുലാവർഷം, തുടർന്ന് 1977 നിരവധി ചിത്രങ്ങൾ: ആശീർവാദം, ആദ്യപാഠം, ആ നിമിഷം, അന്തർദാഹം, അകലെ ആകാശം, അമ്മേ അനുപമേ, നിറകുടം, ഊഞ്ഞാൽ, അംഗീകാരം, സത്യവാൻ സാവിത്രി, വേഴാമ്പൽ, ഇങ്ങനെ നിരവധി സിനിമകൾ. ഇതിൽ അംഗീകാരം പ്രത്യേകമായി പറയേണ്ട ചിത്രമാണ്. ഐ.വി. ശശി സംവിധാനം ചെയ്ത് 1976 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ആലിംഗനം. ഈ ചിത്രത്തിൽ ബിന്ദു എന്ന പ്രധാന കഥാപാത്രത്തെയാണ് ശ്രീദേവി അവതരിപ്പിച്ചത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നായികാ വേഷത്തിൽ എത്തിയ ശ്രീദേവിയുടെ പ്രകടനം ഈ ചിത്രത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ബിന്ദു എന്ന നാടൻ പെൺകുട്ടിയുടെ വേഷമാണ് ശ്രീദേവി ചെയ്തത്. ചതിയിലൂടെ ഗർഭിണിയാക്കപ്പെടുന്ന ഒരു യുവതിയുടെ മാനസിക സംഘർഷങ്ങളും ദുരിതങ്ങളുമാണ് ഈ കഥാപാത്രത്തിലൂടെ സിനിമ പറയുന്നത്. ചിത്രത്തിന്റെ ആത്യന്തികമായ പ്രമേയം ബിന്ദുവിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വഴിത്തിരിവുകളെ ചുറ്റിപ്പറ്റിയാണ് സഞ്ചരിക്കുന്നത്. സമൂഹം കൽപ്പിച്ചു നൽകുന്ന സദാചാര ബോധങ്ങളുടെയും കാപട്യങ്ങളുടെയും ഇരയായി മാറുന്ന ബിന്ദുവിന്റെ അതിജീവനവും അവളുടെ കണ്ണീരും നിസ്സഹായതയുമാണ് സിനിമയുടെ കാതൽ. ഒരു നായിക എന്ന നിലയിൽ ശ്രീദേവി തന്റെ പ്രായത്തിനതീതമായ പക്വതയോടെ ആ കഥാപാത്രത്തിന്റെ വേദനകളും സങ്കടങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ചിത്രത്തിന്റെ വിജയത്തിലും ഈ കഥാപാത്രം നിർണായക പങ്കുവഹിച്ചു. പിന്നീട് ഈ ചിത്രം തമിഴിൽ പകലിൽ ഒരു ഇരവ് എന്ന പേരിൽ റീമേക്ക് ചെയ്തപ്പോഴും ശ്രീദേവി തന്നെയായിരുന്നു നായിക. ഒരു കൗമാര നടി ഇത്രയും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നത് അന്നത്തെ മലയാള സിനിമയ്ക്കും കൗതുകമായിരുന്നു. കുറ്റവും ശിക്ഷയും എന്ന ചിത്രത്തിൽ കമൽഹാസനോടൊപ്പം അഭിനയിച്ചു. ഇങ്ങനെ മലയാള സിനിമയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീദേവിയുടെ ജീവിതം മറ്റൊരു വലിയ വഴിത്തിരിവിലേക്ക് പോകുന്നത്. തമിഴ് സിനിമ. കെ ബാലചന്ദർ സംവിധാനം ചെയ്ത മൂன்று മുടിച്ച് ശ്രീദേവിയുടെ നായികാ ജീവിതത്തിലെ നിർണായക ഘട്ടം. അവൾ
അവളുടെ മുന്നിൽ അന്നത്തെ രണ്ട് വലിയ താരങ്ങൾ കമൽഹാസൻ, രജനികാന്ത്. വെറും 13 വയസ്സുള്ള പെൺകുട്ടി. പക്ഷെ ആ പെൺകുട്ടി അധികം വൈകാതെ ആ രണ്ട് മഹാനടന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ സ്വന്തം വ്യക്തിത്വം സ്ഥാപിച്ചു. അവൾ ഇനി ബേബി ശ്രീദേവി മാത്രമായിരുന്നില്ല, നായിക ശ്രീദേവിയായിരുന്നു. ശ്രീദേവി തമിഴിലും തെലുങ്കിലും വലിയ താരമായി വളരുമ്പോഴാണ് ഹിന്ദി സിനിമയിലേക്കുള്ള യാത്ര. 1979 സോൾവാ സവാൻ. എന്നാൽ ഹിന്ദി സിനിമയിൽ അവളുടെ യഥാർത്ഥ ശക്തി തെളിഞ്ഞത് പിന്നീട്. ഹിമ്മത് വാല, ജിതേന്ദ്രയ്ക്കൊപ്പം അഭിനയിച്ച ഈ ചിത്രം വലിയ വിജയമായി. അതിനുശേഷം ശ്രീദേവിയുടെ കരിയർ ശരിക്കും പൊട്ടിത്തെറിച്ചു എന്ന് തന്നെ പറയണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് നായകന്മാർക്ക് പ്രാധാന്യം കൂടുതലുണ്ടായിരുന്ന ഹിന്ദി സിനിമയുടെ കാലമായിരുന്നു. പക്ഷെ ശ്രീദേവി അവിടെ ഒരു വ്യത്യസ്ത സമവാക്യം സൃഷ്ടിച്ചു. നായകൻ ആരാണ് എന്ന ചോദ്യത്തെക്കാൾ ശ്രീദേവിയാണ് അതിലുണ്ടോ, അഭിനയിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രധാനമാകുന്ന തരത്തിൽ. നഗീന, ഒരു ഇച്ഛാധാരി നാഗിനിയുടെ വേഷം, ശ്രീദേവിയുടെ നൃത്തം, മുഖഭാവങ്ങൾ, കണ്ണുകളിലെ ശക്തി, അവളുടെ സ്ക്രീൻ പ്രസൻസ്. ചിത്രം വൻ വിജയമായി. ഇതോടെ ഹിന്ദി സിനിമയിലെ ഒരു പുതിയ യാഥാർത്ഥ്യം വ്യക്തമായി. ഒരു നായികയ്ക്ക് മാത്രം ഒരു സിനിമയുടെ മുഴുവൻ ഭാരം ചുമക്കാൻ കഴിയും. മിസ്റ്റർ ഇന്ത്യ, അരുൺ ഭായ് എന്ന കഥാപാത്രത്തോടൊപ്പം അനിൽ കപൂർ. പക്ഷെ സിനിമയിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രങ്ങളിൽ ഒന്ന് സീമ. അതിൽ ശ്രീദേവി ചെയ്ത കോമഡി ഇന്നും ക്ലാസിക്. ചാർലി ചാപ്ലിന്റെ ശൈലിയിലുള്ള അവളുടെ രംഗങ്ങൾ, കോമഡി, നൃത്തം, പ്രണയം, ഡ്രാമ എല്ലാം ഒരേ സിനിമയിൽ. ഇവിടെയാണ് ശ്രീദേവി ഒരു കാര്യം തെളിയിച്ചത്. അവൾ ഒരു ഗ്ലാമർ നായിക മാത്രമല്ല, അവൾക്ക് ഏത് കഥാപാത്രവും ചെയ്യാം. ചാന്ദിനി, യാഷ് ചോപ്രയുടെ റൊമാൻറ്റിക് സിനിമ. വെള്ള സാരി അണിഞ്ഞ ശ്രീദേവി, അവളുടെ നൃത്തം, അവളുടെ സൗന്ദര്യം, അവളുടെ അഭിനയ ശൈലി. ചാന്ദിനി എന്ന കഥാപാത്രം തന്നെ ശ്രീദേവിയുടെ ഒരു ബ്രാൻഡായി മാറി. ഇതിനൊപ്പം ചാൽബാസ്, ഒരേ സിനിമയിൽ രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങൾ, കോമഡി, ഡ്രാമ, നൃത്തം, അഭിനയം എല്ലാം. ശ്രീദേവി ഇവിടെ ഒരു നടിയല്ല, ഒരു മുഴുവൻ സിനിമ ഇൻഡസ്ട്രി പോലെയായിരുന്നു. പക്ഷെ ശ്രീദേവിയുടെ യഥാർത്ഥ അഭിനയശേഷി കാണണമെങ്കിൽ സദ്മ മറക്കാൻ കഴിയില്ല. മാനസികമായി ഒരു കുട്ടിയുടെ നിലയിലേക്ക് തിരിച്ചുപോയ ഒരു യുവതിയുടെ കഥാപാത്രം, അവളുടെ ചിരി, അവളുടെ ബാലിശത, അവളുടെ വേദന, അവസാന രംഗത്തിലെ വികാരം, ഇതെല്ലാം ചേർന്നപ്പോൾ ശ്രീദേവി വെറും സ്റ്റാർ മാത്രമല്ലെന്ന് തെളിഞ്ഞു. അവൾ ഒരു അഭിനേത്രിയായിരുന്നു, അതും അസാധാരണമായ ഒരു അഭിനേത്രി. 1980കളുടെ മധ്യത്തോടെ ശ്രീദേവി ഹിന്ദി സിനിമയിലെ ഏറ്റവും വലിയ നായികമാരിൽ ഒരാളായി. അവളുടെ ചിത്രങ്ങൾ വൻ വിജയങ്ങളായി മാറി. അവളുടെ പ്രതിഫലം വലിയതായിരുന്നു. അവളുടെ പേരിൽ സിനിമകൾ വിറ്റു. പുരുഷ സൂപ്പർ സ്റ്റാർമാർക്കൊപ്പം മത്സരിക്കുന്ന തരത്തിൽ ഒരു വനിതാ താരം ഇന്ത്യയിൽ ഉയർന്നു വരുന്നത് അപൂർവമായിരുന്നു. അതുകൊണ്ടാണ് അവളെ പിന്നീട് ഇന്ത്യസ് ഫസ്റ്റ് ഫീമെയിൽ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചത്. ഇവിടെയാണ് കഥ വീണ്ടും മാറുന്നത്. സിനിമയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്ത് ശ്രീദേവി വിവാഹിതയായി. നിർമ്മാതാവ് ബോണി കപൂറുമായിട്ടുള്ള വിവാഹം. അവർക്ക് 2 പെൺമക്കളുണ്ട്, ജാൻവി കപൂർ, ഖുഷി കപൂർ. വിവാഹശേഷം ശ്രീദേവി സിനിമയിൽ നിന്ന് വലിയൊരു ഇടവേള എടുത്തു. ലോകം സിനിമയിൽ നിന്ന് അകന്നു പോയെന്ന് കരുതിയപ്പോൾ ശ്രീദേവി മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു, അമ്മയുടെ ജീവിതം. അവൾ തന്നെ പറഞ്ഞതുപോലെ മക്കൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു. 15 വർഷം ഒരു നടിക്ക് സിനിമയിൽ നിന്ന് ഇത്രയും നീണ്ട ഇടവേള എടുത്തിട്ട് തിരികെ വരിക എളുപ്പമല്ല. കാരണം സിനിമ മാറിയിരുന്നു, പ്രേക്ഷകർ മാറിയിരുന്നു, പുതിയ നായികമാർ എത്തിയിരുന്നു. പക്ഷെ ശ്രീദേവി തിരിച്ചു വന്നപ്പോൾ അവൾ വീണ്ടും തെളിയിച്ചു. ഇംഗ്ലീഷ് വിംഗ്ലീഷ്, ഗൗരി ഷിൻഡെയുടെ ചിത്രം. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിന്റെ പേരിൽ കുടുംബത്തിനകത്ത് പോലും അപമാനിക്കപ്പെടുന്ന ശശി ഗോഡ്ബോലെ. വളരെ സാധാരണമായ ഒരു സ്ത്രീ, പക്ഷെ ആ കഥാപാത്രത്തിൽ ശ്രീദേവി നൽകിയ ആത്മാവാണ് സിനിമയെ വേറിട്ടതാക്കിയത്. ഇതൊരു സൂപ്പർ സ്റ്റാറിന്റെ കംബാക്ക് മാത്രമായിരുന്നില്ല, ഒരു നടിയുടെ തിരിച്ചുവരവായിരുന്നു. മോം, ഇത് ശ്രീദേവിയുടെ അവസാനമായി പുറത്തിറങ്ങിയ പ്രധാന ചിത്രമാണ്. മകളെ സംരക്ഷിക്കാൻ പോരാടുന്ന ഒരു അമ്മയുടെ കഥ. വീണ്ടും അവൾ ഒരു അമ്മയായി സ്ക്രീനിലെത്തി. പക്ഷെ ആരും കരുതിയില്ല ഇത് അവളുടെ അവസാനത്തെ സിനിമയാകുമെന്ന്. അതിനേക്കാൾ വലിയൊരു വിധി മറ്റൊന്നുണ്ടായിരുന്നു. ശ്രീദേവിയുടെ മരണത്തിന് ശേഷം മോം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അവൾക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടിക്കുള്ള ബഹുമതി ലഭിച്ചു. അത് അവളുടെ ആദ്യ ദേശീയ പുരസ്കാരമായിരുന്നു. ഒരു നടിയുടെ അവസാന ചിത്രത്തിലെ അഭിനയത്തിന് മരണത്തിന് ശേഷം രാജ്യത്തിന്റെ ഏറ്റവും വലിയ ചലച്ചിത്ര ബഹുമതികളിൽ ഒന്ന്. ദേവരാഗം. ശ്രീദേവിയുടെ മലയാള ബന്ധം അവസാനിച്ചിരുന്നില്ല. 1996 ഭരതൻ സംവിധാനം ചെയ്ത ദേവരാഗം. അരവിന്ദ് സ്വാമിക്കൊപ്പം ശ്രീദേവി നായികയായി. ലക്ഷ്മി എന്ന കഥാപാത്രം. സിനിമയുടെ സംഗീതവും ഗാനങ്ങളും വലിയ ശ്രദ്ധ നേടി. അതായിരുന്നു ശ്രീദേവിയുടെ അവസാന മലയാള ചിത്രം. അങ്ങനെ മലയാള സിനിമയിൽ ഒരു ബാലതാരമായി എത്തിയ പെൺകുട്ടി വർഷങ്ങൾക്കിപ്പുറം മലയാളത്തിൽ തന്നെ ഒരു നായികയായി മടങ്ങിയെത്തി. പിന്നീട് ഇന്ത്യൻ സിനിമയുടെ ആദ്യ വനിതാ സൂപ്പർ സ്റ്റാറായി മാറി. 2018 ഫെബ്രുവരി കുടുംബത്തിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി ശ്രീദേവിയും ബോണി കപൂറും ദുബായിൽ. എല്ലാം സാധാരണമായിരുന്നു. വിവാഹത്തിന്റെ സന്തോഷം, കുടുംബം, ബന്ധുക്കൾ, ആഘോഷം. പക്ഷെ ഒരു രാത്രി കൊണ്ട് എല്ലാം മാറി. 54 വയസ്സുള്ള ശ്രീദേവി മരിച്ചു എന്ന വാർത്ത ലോകത്തെ ഞെട്ടിച്ചു. ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ പലതരത്തിലുള്ള വിവരങ്ങളും പ്രചരിച്ചു. ഹൃദയാഘാതമാണെന്ന് ചില റിപ്പോർട്ടുകളിൽ, മറ്റു ഊഹാപോഹങ്ങൾ, മരണസമയം സംബന്ധിച്ച ചോദ്യങ്ങൾ, മാധ്യമങ്ങളിലെ അനുമാനങ്ങൾ. പക്ഷേ അന്വേഷണത്തിന് ശേഷം ഔദ്യോഗികമായി പുറത്തു വന്ന റിപ്പോർട്ട് മറ്റൊന്നായിരുന്നു. ദുബായ് പോലീസിന്റെ അന്വേഷണത്തിന്റെയും ഫോറൻസിക് പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ ശ്രീദേവിയുടെ മരണം ആക്സിഡന്റൽ ഡ്രൗണിംഗ്
അപകടകരമായ മുങ്ങിമരണം എന്നാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത്. അവൾ ബാത്ത് ടബിൽ വീഴുകയും ബോധം നഷ്ടപ്പെടുകയും തുടർന്ന് മുങ്ങി മരിക്കുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ശരീരത്തിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യവും ഫോറൻസിക് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയേണ്ടതുണ്ട്. ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും വർഷങ്ങളായി പലവിധ കോൺസ്പിറസി തിയറീസ് പ്രചരിക്കുന്നുണ്ടെങ്കിലും അവയെ തെളിയിച്ച ഔദ്യോഗിക തെളിവുകളായി കാണാൻ കഴിയില്ല. ദുബായ് പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കുടുംബത്തിന് വിട്ടുകൊടുത്തു. കേസ് അടച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. അതിനാൽ ശ്രീദേവിയുടെ മരണം ദുരൂഹമായിരുന്നു എന്ന് സെൻസേഷണലായി പറയുന്നതിനേക്കാൾ അവളുടെ പെട്ടെന്നുള്ള മരണം നിരവധി ചോദ്യങ്ങൾ ഉയർത്തി. എന്നാൽ ഔദ്യോഗിക അന്വേഷണത്തിന്റെ നിഗമനം അപകടമരണമായിരുന്നു എന്നതാണ് വസ്തുതാപരമായ നിഗമനം. എന്നാൽ എന്തുകൊണ്ടാണ് ആ മരണം ഇന്നും ആളുകളെ വേട്ടയാടുന്നത്? കാരണം ശ്രീദേവി രോഗബാധിതയായി കിടന്നിരുന്നില്ല. സിനിമയിൽ നിന്ന് വിരമിച്ച ഒരു വയോധികയുമല്ലായിരുന്നു. വെറും 54 വയസ്സ്, ഇപ്പോഴും സിനിമ ചെയ്യാൻ കഴിയുന്ന പ്രായം, അടുത്ത തലമുറയെ നടിമാർക്ക് വഴികാട്ടിയാകാൻ കഴിയുന്ന സമയം. മകൾ ജാൻവിയുടെ സിനിമാ അരങ്ങേറ്റം പോലും കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല. ജാൻവിയുടെ ആദ്യ ചിത്രം ധഡക് പുറത്തിറങ്ങുന്നതിന് മുമ്പായിരുന്നു അമ്മയുടെ മരണം. അതാണ് ഈ മരണത്തെ കൂടുതൽ വേദനാജനകമാക്കുന്നത്. ശ്രീദേവി മരിച്ചപ്പോൾ അവളുടെ സിനിമാ ജീവിതം അവസാനിച്ചില്ല. 2018 ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ മോം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ശ്രീദേവിക്ക് മരണാനന്തരമായി ലഭിച്ചു. പിന്നീട് ബോണി കപൂറും മക്കളായ ജാൻവിയും ഖുഷിയും ചേർന്ന് ആ പുരസ്കാരം ഏറ്റുവാങ്ങി. ചിന്തിച്ചു നോക്കൂ, ഒരു അമ്മയുടെ അവസാന സിനിമ, അവളുടെ മരണത്തിന് ശേഷം ലഭിച്ച രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഭിനയ ബഹുമതികളിലൊന്ന്, അത് ഏറ്റുവാങ്ങുന്നത് അവളുടെ ഭർത്താവും 2 പെൺമക്കളും. അവിടെ ശ്രീദേവി ഉണ്ടായിരുന്നില്ല, പക്ഷെ അവളുടെ പേര് അവിടെ ഉണ്ടായിരുന്നു. ശ്രീദേവി ആരായിരുന്നു? ഒരു ബാലതാരം, അതെ. ഒരു മലയാള നടി, അതെ. ഒരു തമിഴ് നായിക, അതെ. ഒരു തെലുങ്ക് സൂപ്പർ സ്റ്റാർ, അതും ഒരു ബോളിവുഡ് രാജ്ഞി, തീർച്ചയായും. പക്ഷെ അതിനേക്കാൾ വലുതായിരുന്നു ശ്രീദേവി. പുരുഷ താരങ്ങൾ ആധിപത്യം പുലർത്തിയിരുന്ന ഒരു സിനിമാ വ്യവസ്ഥയിൽ സ്വന്തം പേരിൽ സിനിമ വിജയിപ്പിച്ച വനിത, കോമഡി ചെയ്യാൻ കഴിയുന്ന നടി, കരയിപ്പിക്കാൻ കഴിയുന്ന നടി, നൃത്തം ചെയ്യാൻ കഴിയുന്ന താരം, ഗ്ലാമർ കഥാപാത്രം ചെയ്യാൻ കഴിയുന്ന താരം, അതിനൊപ്പം സദ്മ, ഇംഗ്ലീഷ് വിംഗ്ലീഷ്, മോം പോലെയുള്ള കഥാപാത്രങ്ങളുടെ അഭിനയത്തിന്റെ ആഴവും തെളിയിച്ച നടി. ഒരു പെൺകുട്ടി 4-ാം വയസ്സിൽ ക്യാമറയ്ക്ക് മുന്നിലെത്തി, ബാല്യം സിനിമയ്ക്ക് നൽകി, 13-ാം വയസ്സിൽ നായികയായി, മലയാളത്തിൽ പുരസ്കാരങ്ങൾ നേടി, തമിഴിലും തെലുങ്കിലും തന്റെ സ്ഥാനം ഉറപ്പിച്ചു. പിന്നീട് ബോളിവുഡിലേക്ക് കടന്നു. അവിടെ നായകന്മാരുടെ നിഴലിൽ നിൽക്കാതെ സ്വന്തം നിഴലിൽ ജീവിച്ചു. ശ്രീദേവി ഒരു കാലഘട്ടത്തിന്റെ പേര് മാത്രമല്ല, ഒരു കാലഘട്ടം തന്നെയായിരുന്നു. അവളുടെ മരണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു, ഊഹാപോഹങ്ങൾ പ്രചരിച്ചു. പക്ഷേ ഔദ്യോഗിക അന്വേഷണത്തിന്റെ നിഗമനം അപകടമരണം. എന്നിരുന്നാലും 2018 ഫെബ്രുവരി 24 അവസാനിച്ചത് ശ്രീദേവിയുടെ ജീവിതം മാത്രമാണ്. ശ്രീദേവി എന്ന താരത്തിന്റെ കഥ അവസാനിച്ചിട്ടില്ല. കാരണം ഇന്നും മിസ്റ്റർ ഇന്ത്യയിലെ ആ ചിരിയിലും, ചാന്ദിനിയിലെ ആ സൗന്ദര്യത്തിലും, ചാൽബാസിലെ ആ തമാശയിലും, സത്മയിലെ ആ വേദനയിലും, ഇംഗ്ലീഷ് വിംഗ്ലീഷിന്റെ ആ ആത്മാഭിമാനത്തിലും, മോമിലെ ആ മാതൃത്വത്തിലും ശ്രീദേവി ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു രസകരമായ എപ്പിസോഡ് ഇനിയും കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.